ഗാനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും അഭിനയ മികവിനെക്കുറിച്ച് നന്നായി അറിയുന്നവർക്കും അതുപോലെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള രണ്ട് മുഖമാണ് ദേവിക നമ്പ്യാരും വിജയ് മാധവും. ഇരുവരുടെയും വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഇരുവർക്ക് രണ്ട് മക്കൾ കൂടി ആയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കും വിശേഷങ്ങൾക്കും കൂടുതൽ പ്രേക്ഷക പ്രീതി ഉണ്ട് എന്ന് തന്നെ പറയാം. ഈയിടയ്ക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്തയായി ഇരുവരും അറിയിച്ചത് BYD ഒരു പുത്തൻ കാർ ഇവർ സ്വന്തമാക്കിയത് തന്നെയാണ്. കാർ എടുത്ത് ആദ്യം ഒരു ലോങ് ട്രിപ്പ് പോകണമെന്ന് കരുതി അമ്മയും കൂട്ടി രണ്ട് കുട്ടികളെയും വിളിച്ചുകൊണ്ട് ദേവികയും വിജയും ആദ്യം പോയത് കന്യാകുമാരിയിലേക്കാണ്. സന്തോഷത്തോടെ പോയ യാത്ര അവസാനിച്ചത് ആശുപത്രിയിലായിരുന്നു എന്നത് മാത്രമാണ് ഒരു ദുഃഖം. അതാണ് ദേവികയും പറയുന്നത്. സന്തോഷം അധികം നേരം നിന്നില്ല എന്നതാണ് സത്യം. ഞങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ പോയി, അവിടെ അമ്പലങ്ങളിലൊക്കെ പോയി സൺസെറ്റ് കണ്ടു, ഭക്ഷണം കഴിച്ചു, എന്നിട്ട് തിരികെ വന്നു. എന്നാൽ തിരികെ വന്ന സമയത്ത് സംഭവിച്ചതാണ് ഇങ്ങനെയൊരു കാര്യം. അമ്മ നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. GG ഹോസ്പിറ്റലിലാണ് അമ്മയെ അഡ്മിറ്റ് ചെയ്തത്. അമ്മ ഇപ്പോൾ ഭേദമായി വരുന്നുണ്ട്. മാഷനോട് 100 തവണ പറഞ്ഞതാണ് അമ്മയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതാകുമെന്നത്. എന്നാൽ അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ എന്നും നമ്മളൊരു സന്തോഷത്തിൽ നിൽക്കുകയാണല്ലോ എന്ന് ഓർത്തുമാണ് ഞാൻ അമ്മയും കൊണ്ടുപോയത്. അമ്മ ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു ട്രിപ്പിൻ്റെ അവസാനം അങ്ങനെ ഒരു സങ്കടത്തിലേക്ക് പോയതിൽ ചെറിയൊരു വിഷമമുണ്ട്. എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ അമ്മയും കൂടി വിളിച്ചത് എൻ്റെ ഒരു മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നെയായിരുന്നു. എന്നാൽ അവസാനം ഇതൊക്കെ ഇങ്ങനെ എത്തുമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ചില നേരം നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകില്ലേ? ആ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അമ്മ വളരെയധികം ട്രിപ്പ് എൻജോയ് ചെയ്തു. അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റി. അമ്മയ്ക്ക് കുറേയധികം നാളുകൾക്ക് ശേഷം കന്യാകുമാരിയിൽ എത്താൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു അമ്മ. അമ്മയ്ക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നതും. പ്രേക്ഷകർ വളരെയധികം തന്നെ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തയാണിത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണിത്. എന്നാൽ ഇപ്പോൾ അമ്മയ്ക്ക് ഭേദമായി എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി സ്നേഹത്തോടെ ഇത് ഏറ്റെടുക്കാൻ പറയുന്നു. ദേവികയിലെ കണ്ട ഏറ്റവും നല്ല മകളുടെ ഒരു ക്വാളിറ്റിയാണത്. അമ്മയ്ക്ക് വയ്യാതാകുമെന്ന് കരുതിയെങ്കിലും അമ്മ ഇനി എന്നാണ് അങ്ങനെയൊക്കെ പോവുക എന്നും അമ്മ അങ്ങനെയൊക്കെ യാത്ര പോയിട്ട് കുറേയധികം നാളുകളായി എന്ന് മനസ്സിലായത് കൊണ്ടാണ് ദേവിക അമ്മയെയും കൂട്ടിപ്പോയത്. അങ്ങനെ ഒരു അസുഖം വരുമെന്ന് നമുക്ക് നേരത്തെ നിശ്ചയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ. ദൈവഭാഗ്യവശാൽ ഇങ്ങോട്ട് എത്തുന്ന വഴിയിലാണ് അമ്മയ്ക്ക് അത്തരം അസുഖം വന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അമ്മയ്ക്ക് അത് അഫക്റ്റ് ചെയ്തില്ല. അമ്മ എല്ലാം കണ്ടതിന് ശേഷമായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അതും ഒരു സന്തോഷം തന്നെയാണ്. അമ്മയ്ക്കെല്ലാം കാണാൻ സാധിച്ചുവെന്നും അത് ശരിക്കും ദേവിക കാരണമാണെന്നും വിജയ് ദേവികയെ വഴക്കു പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ദേവികയോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഇത്തരത്തിൽ കമൻറ്റുമായി എത്തിയിട്ടുള്ളത്. പലരും കമൻറ്റുമായി രേഖപ്പെടുത്തുന്നതെല്ലാം തന്നെ ദേവികയോടുള്ള സ്നേഹം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നവർക്ക് നന്നായി അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ദേവികയെ കുറിച്ചുള്ള സ്നേഹം. എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. എപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് ദേവികയെക്കുറിച്ച് സംസാരിക്കാൻ. ദേവികയും വിജയും ഒരുമിച്ച് എത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിശേഷം തന്നെയാണ് പ്രേക്ഷകർക്ക്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.